Next, we are moving to a very important section, Kirchhoff's rules. Exam ചോദിക്കും, ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് പ്രോബ്ലം ചോദിക്കും, എൻട്രൻസിന് ചോദിക്കും, അത്ര ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ്, വൃത്തിയായിട്ട് പഠിക്കുക. സോ Kirchhoff's rules. ഓക്കെ, അടിപൊളി പേരല്ലേ കിർച്ചോഫ്. ഓക്കെ, ഞെട്ടിപ്പ് പേരാണ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ റൂളിന്റെ പേരാണ് ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ പോയിന്റ് റൂൾ എന്ന് പറയും. ജംഗ്ഷൻ റൂൾ ഓർ പോയിന്റ് റൂൾ എന്നാണ്. ഒന്നുമില്ല, നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എടുക്കുക. ഈ ഒരു പോയിന്റിൽ നമ്മൾ സ്വിച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ വീട്ടില് നമ്മൾ വലിയ ഇലക്ട്രീഷ്യനായിട്ട് നമ്മുടെ വീട്ടിലെ ഇതെല്ലാം അഴിച്ചിറക്കാറുണ്ട്. അഴിച്ചിറക്കിയിട്ട് നമ്മൾ പിന്നെ തിരിച്ച് പല വയറുകളും ബാക്കിയും വരാറുണ്ട്, ശരിയല്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ സ്വിച്ചൊക്കെ അഴിക്കുമ്പോഴത്തേക്ക് ഒരു പോയിന്റിലേക്ക് കുറെ വയറുകൾ വന്ന് കാണും, അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്തേക്ക് കുറെ വയറ് വരുന്നു, അവിടെ നിന്ന് കുറെ വയറുകൾ പലയിടത്തോട്ടും പോകുന്നു. അത് കാണുമ്പോൾ നമുക്ക് പ്രാന്തളവുന്നു, നമ്മൾ ഇട്ടിട്ട് ഓടുന്നു. അപ്പൊ വേറെ ഇലക്ട്രീഷ്യൻ വന്ന് ബാക്കി കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ലിസൺ, അപ്പൊ അവിടെ ഇതാണ് ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റിലേക്ക് കുറെ കണക്ഷൻ വയറുകളുണ്ട് കേട്ടോ. അപ്പൊ കുറെ കണക്ഷൻ വയറുകൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് കുറെ കണക്ഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇതിൽ കൂടെ ഒരു കറണ്ട് ഈ പോയിന്റിലേക്ക്, ഈ പോയിന്റിനെയാണ് ഞാൻ ജംഗ്ഷൻ അല്ലെങ്കിൽ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടത്തേക്ക് ഒരു കറണ്ട് വരുന്നു, ഈ കറണ്ടിനെ I1 എന്ന് വിളിക്കാം. അവിടത്തേക്ക് വേറൊരു കറണ്ട് വരുന്നു, ഈ കറണ്ടിന്റെ പേരാണ് I2. വേറൊരു കറണ്ട് വരുന്നു I3. കണ്ടോ? അപ്പൊ 3 കറണ്ട് ആ ജംഗ്ഷനിലേക്ക് വരികയാണ്. ഇനി ഇവിടെ നിന്നൊരു കറണ്ട് ഇങ്ങനെ പോവുകയാണ്, ഈ കറണ്ടിന്റെ പേരാണ് I4. ഇവിടെ ഒരു കറണ്ട് ഇങ്ങോട്ട് പോവുകയാണ്, ഈ കറണ്ടിന്റെ പേരാണ് I5. അപ്പൊ 3 കറണ്ട് ഈ പോയിന്റിലേക്ക് വരുന്നു, 2 കറണ്ട് ആ പോയിന്റിൽ നിന്ന് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് വരുന്ന കറണ്ടുകളുടെ എല്ലാത്തിന്റെയും കൂടെ സം എന്ന് പറഞ്ഞേ I1 പ്ലസ് I2 പ്ലസ് I3, അല്ലേ? പോകുന്ന കറണ്ടുകളുടെ സം എന്ന് പറഞ്ഞേ I4 പ്ലസ് I5. ഈ വരുന്ന കറണ്ടുകളുടെ സം ഈക്വൽ ടു ആയിരിക്കും പോകുന്ന കറണ്ടുകളുടെ സമ്മിന്. ഈ ലോയെ വിളിക്കുന്ന പേരാണ് ജംഗ്ഷൻ റൂൾ ഓർ പോയിന്റ് റൂൾ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ എന്താണ്? സം ഓഫ് കറൻസ് entering the junction, sum of currents entering the junction equal to sum of currents ഇതെന്താണ്? leaving the junction. എന്നല്ലേ നമുക്ക് റിസൾട്ട് കിട്ടിയത്? ഈ ലോയെ വിളിക്കുന്ന പേരാണ് ജംഗ്ഷൻ റൂൾ ഓർ പോയിന്റ് റൂൾ. ഇതിനകത്ത് ഒരു ഗുണാകുമില്ലല്ലോ. നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഒരു പോയിന്റ് ആണ് ഈ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെ വേണോ, ഒരു സ്വിച്ചിന്റെ ടെർമിനൽ ആവാം, പ്ലഗ് പോയിന്റിൽ എവിടെ വേണോ ആവാം. അപ്പൊ എവിടത്തെങ്കിലും ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിലേക്ക് കുറെ കണക്ഷൻ വയറുകൾ വന്നിട്ടുണ്ട്. ഈ കണക്ഷൻ വയറുകളിൽ കൂടെയൊക്കെ കറണ്ട് അവിടെ വരുന്നു, ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് കറണ്ട് പോകുന്നു. അപ്പോൾ ഈ വരുന്ന കറണ്ടുകളുടെ എല്ലാത്തിന്റെയും കൂടെ സം ഈക്വൽ ടു ആയിരിക്കും പോകുന്ന കറണ്ടുകളുടെ എല്ലാത്തിന്റെയും കൂടെ സമ്മിന്. അപ്പോൾ സം ഓഫ് കറൻസ് എൻറ്ററിങ് ദ ജംഗ്ഷൻ ഈക്വൽ ടു ആയിരിക്കും സം ഓഫ് കറൻസ് ലീവിംഗ് ദ ജംഗ്ഷൻ. ദിസ് ലോ ഈസ് നോൺ ആസ് ജംഗ്ഷൻ റൂൾ ഓർ പോയിന്റ് റൂൾ. ബുദ്ധിമുട്ടുകളും തോന്നിയോ? സോ അറ്റ് എനി ജംഗ്ഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, the sum of currents entering the junction is equal to sum of currents leaving the junction. At any junction of an electrical circuit, the sum of currents entering the junction will be equal to sum of currents leaving the junction. ഇതിനെ വേറെ രീതിയിൽ ഞാൻ എഴുതാം, നോക്കിക്കോളൂ. ഇതിനെ തന്നെ I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 ഈക്വൽ ടു 0 എന്ന് എഴുതിക്കൂടെ? അപ്പോ ഇതിനെ നമ്മളിപ്പോ എഴുതിക്കുന്ന ആൾജിബ്രായിക് സം അല്ലേ? അപ്പൊ ആൾജിബ്രായിക് സം ഓഫ് കറൻസ് ഈസ് ഈക്വൽ ടു 0 എന്നല്ലേ എഴുതിയിരിക്കുന്നത്? ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത് എഴുതിക്കുന്നത് എന്താണ്? ആൾജിബ്രായിക് സം ഓഫ് കറൻസ് മീറ്റിംഗ് എനി ജംഗ്ഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു 0 എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ജംഗ്ഷൻ റൂൾ. അപ്പൊ എന്താണ് നമ്മളിവിടെ വാട്ട് ഈസ് സം ഓഫ് കറൻസ് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ I1 പ്ലസ് I2 പ്ലസ് I3, സം ഓഫ് കറൻസ് ലീവിംഗ് ദ ജംഗ്ഷൻ I4 പ്ലസ് I5. സോ ഐ എം ടേക്കിംഗ് ദീസ് ടു ദ LHS സൈഡ്. സോ I1 പ്ലസ് I2 പ്ലസ് I3 മൈനസ് I4 മൈനസ് I5 ഈക്വൽ ടു 0. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് sigma I equal to 0. What is sigma I? This is algebraic sum of currents. So algebraic sum of currents
meeting any junction of an electrical circuit is equal to 0. This is the second statement of junction rule. So how many statements are there? 2 statements. Then this law is in accordance with law of conservation of charge. So law of conservation of charge. ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ ലോ. എന്തിനെ ഒബേ ചെയ്യുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിനെ ഒബേ ചെയ്തുകൊണ്ടുള്ള ലോ ആണ്, മറന്നു പോവുകയും ചെയ്തത്. സേ വാട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ്? Kirchhoff's first rule. What is the statement? See, at any junction of an electrical circuit, the sum of currents entering the junction is equal to sum of currents leaving the junction. Or at any junction of an electrical circuit, the algebraic sum of currents meeting the junction is equal to 0. These are the statements of junction rule or point rule. This rule is in accordance with law of conservation of charge. So tell me, what is the first statement? At any junction of an electrical circuit, the sum of currents entering the junction is equal to sum of currents leaving the junction. Or at any junction of an electrical circuit, the algebraic sum of currents meeting the junction is equal to 0. Okay, these are the 2 statements of Kirchhoff's first rule. Then it is in accordance with law of conservation of charge. Got it? Next, Kirchhoff's second law. It is otherwise known as loop rule or mesh rule. എന്താണ് ഈ ലൂപ്പ് അല്ലെങ്കിൽ മെഷ് എന്ന് പറഞ്ഞാൽ? ഒരു ക്ലോസ്ഡ് പാർട്ട് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ലൂപ്പ്. എന്താണ്? ക്ലോസ്ഡ് പാർട്ട് ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് നോൺ ആസ് ലൂപ്പ് ഓർ മെഷ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് വരയ്ക്കാം. നോക്കിക്കോളൂ, ഇവിടെ ഞാൻ വരയ്ക്കുന്ന ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെ കുറെ റെസിസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു സർക്യൂട്ടാണ്. ഇതാ ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ. ഓക്കെ, ഇതിനൊക്കെ പേരിടുക. R1, R2, R3, R4, 4 പേരുകളൊക്കെ ഇട്ടു. ഓക്കെ, ദെൻ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഞാനൊരു ബാറ്ററി കൊടുത്തു. ഓക്കെ, ബാറ്ററി കൊടുത്തു, മറ്റേ എൻഡ് ഇവിടെയും പിടിച്ചു കൊടുത്തിരിക്കുന്നു. കുഴപ്പമില്ലല്ലോ. ഇനി ഈ 2 എൻഡിലായിട്ട് ഒരു ഗാൽനോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഓക്കെ. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇവിടുത്തെ EMF എന്ന് പറയുന്നത് E ആണ്, ഒരു ഡൗട്ടും ഇല്ല. ഇനി ഞാൻ ഇവിടെ പേരൊക്കെ ഇടുന്നു. A, B, C, D എന്നാണ് പേര്. ഓക്കെ, ABCD എന്നാണ് ഇതിന്റെ പേരൊക്കെ ഇട്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു കറണ്ട് വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കറണ്ട് ഇങ്ങനെ വരുന്നു. ഈ കറണ്ട് ഇവിടെ എത്തിയിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ആയി. ഈ കറണ്ടിനെ ഞാൻ I1 എന്ന് വിളിച്ചു, ഈ കറണ്ടിനെ I2 എന്ന് വിളിച്ചു. ഓക്കെ, ഈ I2 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ വന്നു, എന്നിട്ട് അതിന്റെ ഒരു പാർട്ട് ഇങ്ങോട്ട് പോയി. ഈ കറണ്ടിനെ I3 എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? I3. അപ്പൊ I2ൽ നിന്ന് ഒരു പാർട്ടാണ് I3 ആയിട്ട് പോയത്. ബാക്കി എത്ര? ബാക്കി അങ്ങോട്ട് പോകും. ബാക്കി അങ്ങോട്ട് പോയത് എത്ര? I2 മൈനസ് I3 ആണ്. അങ്ങോട്ട് പോയത് എത്ര? I2 മൈനസ് I3. ഈ I3 നേരെ താഴെ വന്നു, I1 ഇവിടെ നിന്ന് ഒഴുകി വന്നു. രണ്ടും കൂടെ ചേർന്നിട്ട് I1 പ്ലസ് I3 ആയിട്ട് അങ്ങോട്ട് പോയി. I1 പ്ലസ് I3 അങ്ങോട്ട് പോയി. ഞാൻ ഇത്രയും സംഭവം ഒന്നും കൂടെ പറയുന്നു, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ഇവിടെ 4 റെസിസ്റ്റേഴ്സ് ആണുള്ളത്. 4 റെസിസ്റ്റേഴ്സിന്റെ പേരുകൾ പറയൂ. R1, R2, R3, R4. അപ്പൊ അതൊന്നും ഡൗട്ട് ആർക്കും ഇല്ല. R1, R2, R3, R4. ഇനി ബാറ്ററിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കറണ്ട് എത്രയാണ്? I, മെയിൻ കറണ്ട് I ആണ്. ഈ കറണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, I എന്ന് പറഞ്ഞ മെയിൻ കറണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ വന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ I1 എന്ന് വിളിച്ചു, ഇതിൽ കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ I2 എന്ന് വിളിച്ചു. I2 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ എത്തിയിട്ട് അതിന്റെ ഒരു പാർട്ട് താഴോട്ട് പോയി. ഈ കറണ്ടിനെ I3 എന്ന് ഞാൻ വിളിക്കുന്നു. എന്താ വിളിക്കുക? I3. ഇനി I2ന്റെ ഒരു പാർട്ടാണ് I3 ആയിട്ട് പോയത്. ബാലൻസ് I2 മൈനസ് I3 അത് അങ്ങോട്ട് പോകും. ഓക്കെ, ഒരു നദി ഇവിടെ ഒഴുകി വന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തൊന്ന് ചിന്തിച്ചാൽ മതി. നദി ഇവിടെ എത്തി, I3 ആയിട്ട് ഇങ്ങോട്ട് പോയി, ബാക്കി I2 മൈനസ് I3. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി I3 എന്ന് പറഞ്ഞ നദി ഇവിടെ വന്നു, I1 എന്ന് പറഞ്ഞ നദി ഇവിടെ വന്നു, രണ്ടും കൂടെ ചേർന്ന് ഒറ്റ നദിയായിട്ട് അങ്ങോട്ട് ഒഴുകി. എത്രയാ? I1 പ്ലസ്
I3. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ഈ I1 പ്ലസ് I3 ഇവിടെ വന്നു, I2 മൈനസ് I3 ഇവിടെ വന്നു. രണ്ടും കൂടെ ചേരുമ്പോൾ എന്താവും? I2 മൈനസ് I3യും പിന്നെ I1 പ്ലസ് I3യും കൂടെ ചേരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ പോയി. അപ്പൊ എത്രയായി? I1 പ്ലസ് I2 ആയി. എന്താണ് I1 പ്ലസ് I2 എന്ന് പറഞ്ഞാൽ? I അല്ലേ ഇവിടെ നിന്ന് കയറിയത്, അത് I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ I1 പ്ലസ് I2 തന്നെയാണ് എന്തോന്ന്? I. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന കറണ്ട് എത്ര തന്നെയാണ്? I1 പ്ലസ് I2 ആണ്. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ വരച്ചിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം. നന്നായിട്ടത് ആലോചിച്ച് വയ്ക്കണം, തെറ്റാനൊക്കെ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. എൻട്രൻസിനും എക്സാമിനും ഒക്കെ ചോദിക്കും. So listen, you consider a circuit here. See, this is a circuit. Okay, 4 resistors. ഞാൻ ഇപ്പോൾ പ്ലെയിൻ ആയിട്ട് വരയ്ക്കുകയാണ്. So 4 resistors. Then here 1 galvanometer. Okay, then a battery is here. Battery. Then see, this point is A, B, then C, then D. No problem. Then the main current is I reaches here. No problem. It splits in. See, this is R1, this is R2, this is R3, and this is R4. Then I reaches here. It splits into 2 parts. This is I1, this is I2. Then I2 will reach here. It will split into 2. See, suppose this is I3, then balance will be I2 minus I3. It will flow here. So I2 minus I3 will flow here. Then I3 will reach here, I1 will reach here. They combined and we get I1 plus I3. It will flow in this line. So then say I1 plus I3 will reach here, I2 minus I3 will reach here. So both combined, I2 minus I3 and I1 plus I3 combined. Okay, and it will flow here. So what is it? It is I1 plus I2. So it is I1 plus I2. I1 plus I2 is nothing but I. So I is splitting into I1 and I2. So I is equal to I1 plus I2. So here this current is also I1 plus I2 means the same current I. So entering current I, leaving current also I. No problem. So got it. Okay. Now tell me any one closed part of the circuit. Shall I say one closed part of the circuit? A, B, D, A. A, B, D, A is a closed part. ഇതിൽ എ ബി ഡി എ എനിക്ക് ഇഷ്ടമുള്ള പേരെടുക്കാം, അത് എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് എടുക്കാം. എ ബി ഡി എ എന്നാണ് ഞാൻ ക്ലോസ്ഡ് പാർട്ടിൻ്റെ പേരെടുത്തത്. അതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി ആ എടുത്ത അതേ ഡയറക്ഷനിലേ നിങ്ങൾ മൂവ് ചെയ്യാവൂ. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേ രീതിയിലേ മൂവ് ചെയ്യാവൂ. നിങ്ങൾ പോകുന്ന ഡയറക്ഷനിൽ ഒരു കറണ്ട് കാണുന്നെങ്കിൽ ആ കറണ്ടിനെ പോസിറ്റീവ് കറണ്ട് എന്ന് പറയണം. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കറണ്ട് വരുന്നെങ്കിൽ അതിനെ നെഗറ്റീവ് കറണ്ട് എന്ന് എടുക്കുക. ഇനി നിങ്ങൾ പോയി ചെന്ന് കയറി കൊടുക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവിലാണെങ്കിൽ അവിടുത്തെ EMFനെ പോസിറ്റീവ് EMF എന്ന് എടുക്കുക. നിങ്ങൾ ഓടിച്ചെന്ന് കയറുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലാണെങ്കിൽ അവിടുത്തെ EMFനെ നെഗറ്റീവ് എന്ന് എടുക്കുക. ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട റൂൾ. നിങ്ങൾക്ക് ലൂപ്പിന്റെ പേര് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ലൂപ്പിന്റെ പേരെടുത്തു കഴിഞ്ഞാൽ അതേ ഡയറക്ഷനിലേ പിന്നെ പോവാവൂ. ഇനി പോകുന്ന ഡയറക്ഷനിൽ അതേ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് തന്നെ ഒരു കറണ്ട് ഉണ്ടെങ്കിൽ ആ കറണ്ടിനെ പോസിറ്റീവ് കറണ്ട് എന്ന് എടുക്കണം. നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് വരണമെങ്കിൽ അതിനെ നെഗറ്റീവ് കറണ്ട് എന്ന് എടുക്കണം. നിങ്ങൾ ഓടിച്ചെന്ന് കയറി കൊടുക്കുന്നത് ബാറ്ററിയുടെ പോസിറ്റീവിലാണെങ്കിൽ അതിന് പോസിറ്റീവ് EMF എന്ന് എടുക്കണം. നിങ്ങൾ ഓടിച്ചെന്ന് കയറി കൊടുക്കുന്നത് ബാറ്ററിയുടെ നെഗറ്റീവിലാണെങ്കിൽ അവിടുത്തെ EMF നെഗറ്റീവ് എന്ന് എടുക്കണം. ഇതായിരിക്കും നിങ്ങൾക്ക് തെറ്റാതെ ചെയ്യാൻ നല്ല മെത്തേഡ്. സോ ഒന്നും കൂടെ പറയൂ. See, if I am proceeding in this way, if I find a current in the same direction, you take it as positive. Then if I move in this way, if I find a current in the opposite direction, that current should be taken as negative. Then I am moving in this way, if I am entering the positive terminal of one battery, that EMF should be taken as positive. Then I am moving in this way, if I am directly meeting against a negative terminal, the EMF of the battery should be taken as negative. These are the things to be kept in mind. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം നമുക്ക് തുടങ്ങാമല്ലോ. ഒരെണ്ണം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ABD എന്നാണ് ഞാൻ പേരെടുത്തത്. ആ ഡയറക്ഷനിലേക്ക് പോവും. എ ഇന്ന് ബിയിലോട്ട് പോകണം. എ ഇന്ന് ബിയിലോട്ട് പോട്ടെ. ഇനി എൻ്റെ ഉദ്ദേശം ഇതാണ്, പോകുന്ന ഡയറക്ഷനിലുള്ള ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കണം. പോകുന്ന ഡയറക്ഷനിലുള്ള ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കണം. അത് മാത്രമാണ് എൻ്റെ ജോലി. ടോട്ടൽ വോൾട്ടേജിന്റെ ആൻസർ 0 ആയിരിക്കും എന്നാണ് നമ്മുടെ റൂള് പറയുന്നത്. നമ്മുടെ റൂൾ എന്താണ് പറയുന്നത്? നമ്മളൊരു ലൂപ്പ് എടുക്കുക. ആ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ലൂപ്പിൽ അതേ പേരിൽ അതേ ഡയറക്ഷനിൽ പോകുമ്പോൾ അവിടുത്തെ ടോട്ടൽ വോൾട്ടേജിന്റെ ആൻസർ 0 എന്ന് എടുക്കണം. ഇതാണ് ലൂപ്പ് റൂൾ പറയുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന ഡയറക്ഷൻ എ ഇന്ന് ബി പോവും, ബി ഇന്ന് ഡിയിൽ പോവും, ഡി ഇന്ന് എയിൽ പോവും. ആ ഡയറക്ഷനിലുള്ള ടോട്ടൽ വോൾട്ടേജിന്റെ ആൻസർ 0 എന്ന് എഴുതണം. പറയൂ, എ ഇന്ന് ബിയിലോട്ട് പോട്ടെ. എ ഇന്ന് ബിയിലോട്ട് പോവുകയാണ്. നിങ്ങൾ പോകുന്ന ഡയറക്ഷനിൽ തന്നെ ഒരു കറണ്ടും ഉണ്ട്. ആ കറണ്ടിനെ പോസിറ്റീവായിട്ട് എടുത്തോ. ആ കറണ്ടും അവിടുത്തെ റെസിസ്റ്റൻസും കൂടെ ഇൻഡ്യൂ ചെയ്താൽ അവിടുത്തെ വോൾട്ടേജ് ആയില്ലേ? അപ്പൊ പറഞ്ഞോ, നിങ്ങൾ എ ഇന്ന് ബിയിലോട്ട് പോകുന്നു. ആ ഡയറക്ഷനിൽ തന്നെ ഒരു കറണ്ട് കാണുന്നുണ്ട്. അപ്പൊ ആ കറണ്ടിനെ പോസിറ്റീവ് കറണ്ട് എന്ന് എടുക്കണം. ആ കറണ്ടിനെ അവിടുത്തെ റെസിസ്റ്റൻസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് ആയി. അപ്പൊ I2R2 ആണ് അവിടുത്തെ വോൾട്ടേജ്. പ്ലസ് അടുത്ത് ബി ഇന്ന് ഡിയിലോട്ട് പോട്ടെ. ബി ഇന്ന് ഡിയിലോട്ട് പോവാണ്. ബി ഇന്ന് ഡിയിലോട്ട് പോകുന്നു. ആ ഡയറക്ഷനിൽ തന്നെ ഒരു കറണ്ട് ഉണ്ട്. കറണ്ടിന്റെ പേര് I3. അപ്പൊ അത് പോസിറ്റീവ് കറണ്ട് ആയിട്ട് എടുക്കണം. ഇനി അവിടുത്തെ റെസിസ്റ്റൻസ് G ആണ്. അപ്പൊ അത് രണ്ടും കൂടെ, കറണ്ടും റെസിസ്റ്റൻസും കൂടെ ഇൻഡ്യൂ ചെയ്താൽ അവിടുത്തെ വോൾട്ടേജ് ആയി. അപ്പൊ പറഞ്ഞോ, I3 × G പ്ലസ് അടുത്ത് ഡി ഇന്ന് എയിലോട്ട് പോകണം. ഡി ഇന്ന് എയിലോട്ട് പോട്ടെ. ഡി ഇന്ന് എയിലോട്ട് പോകും. ഡി ഇന്ന് എയിലോട്ട് പോകും. നിങ്ങൾ പോകുന്നത് അങ്ങോട്ട്, പക്ഷെ കറണ്ട് വരുന്നത് ഇങ്ങോട്ട്. അപ്പൊ ആ കറണ്ടിന് എന്തെന്ന് എടുക്കണം? നെഗറ്റീവ് കറണ്ട്. അപ്പൊ -I1 × അവിടുത്തെ റെസിസ്റ്റൻസ് ഏതാ? R1 = 0 എന്ന് എഴുതുക. ഇതാണ് ഏത് റൂൾ പറയുന്നത്? ലൂപ്പ് റൂൾ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താണ് ചെയ്തത്? ഇതൊരു വോൾട്ടേജ് ആണ്, ഇതൊരു വോൾട്ടേജ് ആണ്, ഇതൊരു വോൾട്ടേജ് ആണ്. ഇത് ആൾജിബ്രായിക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലേ? =0 എന്നാണ് ഈ എഴുതിയിരിക്കുന്നതിന്റെ സമ്മറി. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ലൂപ്പിന്റെ പേര് പറയൂ. ABDA എന്നാണ് ലൂപ്പിന്റെ പേരെന്താണ്? ABDA എന്നാണ്. അതേ ഡയറക്ഷനിൽ പോകണം. A to B. In the same direction you find a current, positive current. That into resistance, you will get voltage. So I2R2 is a voltage. Plus B to D. In the same direction you find a current. You take it as positive. So that into resistance, I3G. Plus D to A. I am moving in this direction, but I find a current in the opposite direction. So negative current. So negative I1 into what is the resistance here? R1 is equal to 0. This way you have to write. This rule is known as loop rule or mesh rule. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ആൾജിബ്രായിക് സം ആണെന്ന് മനസ്സിലായല്ലോ. സോ ആൾജിബ്രായിക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ദ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഞാൻ എഴുതിയത്. ആൾജിബ്രായിക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ ദ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു 0. കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത ലൂപ്പ് ഞാൻ എഴുതാൻ പോവാണ്. BCDB എന്നാണ് ലൂപ്പിന്റെ പേര്. നിങ്ങൾ തന്നെ ആൻസർ പറയണം. നോക്കൂ, ബിയിൽ നിന്ന് സിയിലേക്ക് പോട്ടെ. ആ ഡയറക്ഷനിൽ തന്നെ ഒരു കറണ്ട് കാണുന്നുണ്ട്. ആ പോസിറ്റീവ് കറണ്ട് ആയിട്ട് എടുക്കുക. I1 - I3 ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് R4 വോൾട്ടേജ് ആയി. പ്ലസ് അടുത്ത സി ഇന്ന് ഡിയിലോട്ട് പോകണം. സി ഇന്ന് ഡിയിലോട്ട് പോട്ടെ, പക്ഷെ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല. അപ്പൊ അതിനെ മൈനസ് ഇട്ട് എഴുതണം. മൈനസ് എന്താണ്? I1 + I2 എന്ന് എഴുതണം. ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ഏതാ? R3 പ്ലസ് അടുത്ത ഡി ഇന്ന് ബിയിലോട്ട് പോകണം. ഡി ഇന്ന് ബിയിലോട്ട് പോട്ടെ, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട്. അപ്പൊ -I3 ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് G എടുത്തു കഴിഞ്ഞാൽ 0 എന്ന് കിട്ടി. ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുകൂടെ ഈ സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം, ശ്രദ്ധിച്ച് പറയണം. സൊല്യൂഷൻ: B in C lote pote, you move from B to C. In the same direction you can find a current. You can take it as positive. So I2 minus I3, positive current. That into resistance R4 plus C to D. C to D. You are moving in this direction, but you find a current in the opposite direction. You take it as negative. Negative, then I1 plus I2, I1 plus I3 into what is the resistance here? R3 plus what is the next? Next you are moving from D to B.
You are moving from D to B, but you find a current in the opposite direction. You take it as negative. So negative I3 into G equal to 0. This is which law? Second law. Okay. Once again, I take another loop here. A, D, C. The EMF of the cell is E. A, D, C, E, A. Shall I take A, D, C, E, A? Loop എടുക്കട്ടെ. നിങ്ങൾ തന്നെ പറയൂ. A to D, A in the D ലോട്ട് പോട്ടെ. Current in the same direction. പറയൂ. I1 R1 plus D in the C ലോട്ട് പോട്ടെ. പറയൂ. Same direction തന്നെയാണ് കറണ്ട്. പറയൂ. I1 plus I3 into what is the resistance? R3 plus അടുത്ത് C നീലോട്ട് പോട്ടെ. C നീലോട്ട് പോട്ടെ. ഓടിച്ചൊന്ന് കയറി കൊടുക്കുന്നത് എവിടെയാ? നെഗറ്റീവ് ടെർമിനൽ. സോ മൈനസ് സി. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? അടുത്ത E എയിലോട്ട് പോട്ടെ. അവിടെ എങ്ങും ആരുമില്ല. ഓക്കെ. അപ്പൊ ഈക്വൽ ടു 0. കൊള്ളാമോ? അപ്പൊ ഐഡിയ പിടികിട്ടിയോ? ഇത് ഒന്നും കൂടെ പറയണം. സി A to D പറയൂ. A ഇന്ന് ഡിയിലോട്ട് പോട്ടെ. Current into resistance in the same direction current. So I1 R1 plus D to C. D to C പറയൂ. In the same direction you find a current. പറയൂ. I1 plus I3 into പറയൂ. What is the resistance? R3 plus C to E. C to E entering negative. So negative E plus ഇനി അടുത്ത E to A. ഈ നേയിലോട്ട് ഒന്നുമില്ല. റെസിസ്റ്റൻസ് ഒന്നും വരുന്നില്ലല്ലോ. ഒന്നുമില്ല. ഈക്വൽ ടു 0. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ചെയ്ത എന്താണ്? ആൾജിബ്രായിക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ആ ലൂപ്പിൽ എടുത്തു. അതിന്റെ ആൻസർ എത്ര വന്നു? 0 വന്നു. ഈ റൂളിനെ പറയുന്ന പേരാണ് ലൂപ്പ് റൂൾ ഓർ മെഷ് റൂൾ. അപ്പൊ നമ്മുടെ അടുത്ത ഈ ലൂപ്പിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? റെസിസ്റ്റൻസസ് ഉണ്ടായിരുന്നു, സെല്ലും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോ നമ്മളെ ലൂപ്പ് റൂൾ ഞാൻ പറയാൻ പോവാണ്. In any closed part of an electrical circuit, containing resistances and cells, in any closed part of an electrical circuit containing resistances and cells, the algebraic sum of product of current and resistance is equal to 0. In any closed part of an electrical circuit containing current and in any closed part of an electrical circuit containing resistances and cells, the product of algebraic sum of product of current and resistance is equal to 0. This law is known as loop rule or mesh rule. Once again, in any closed part of an electrical circuit containing resistances and cells, the algebraic sum of product of current and resistance is equal to 0. Then in other way, any other way to explain the same? See, I into R is voltage. So algebraic sum of voltage is equal to 0. This way also you can give a statement. See, in any closed part of an electrical circuit containing resistances and cells, the algebraic sum of voltages is equal to 0. So, two statements for second law. What is the first statement? In any closed part of an electrical circuit containing resistances and cells, algebraic sum of product of current and resistance is equal to 0. First statement. And then IR is voltage. So, second statement, in any closed part of an electrical circuit containing resistances and cells, the algebraic sum of voltages is equal to 0. This is a second statement. Okay. So, എത്ര law നമ്മൾ പഠിച്ചു? 2 laws. ഇനി ഇപ്പം പഠിച്ച ഈ law is it is in accordance with the law of conservation of energy. ഓർത്തു വയ്ക്കണം. Kirchhoff's second law is in accordance with law of conservation of energy. So, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേരെടുക്കാം. പക്ഷേ പേരെടുത്തിട്ട് ആ പേരിനനുസരിച്ചേ പിന്നെ മൂവ് ചെയ്യാവൂ. നിങ്ങൾ പോകുന്ന ഡയറക്ഷനിൽ ഒരു കറണ്ട് ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് കറണ്ടായിട്ട് എടുക്കണം. നിങ്ങൾ പോകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് വരണമെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് എടുക്കണം. നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ ചെന്ന് കയറുന്നത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലാണെങ്കിൽ അതിന് പോസിറ്റീവ് EMF ആയിട്ട് എടുക്കണം. ഓടിച്ചെന്ന് കയറി കൊടുക്കുന്ന നെഗറ്റീവ് ടെർമിനലാണെങ്കിൽ നെഗറ്റീവ് EMF എടുക്കണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ
മെത്തേഡ് നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും, അത് വേണ്ട. അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ എങ്ങനെ എഴുതിയാലും കറക്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇക്വേഷനെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ മെത്തേഡ് തന്നെയാണ് നല്ലത്. പോകുന്ന ഡയറക്ഷനിലുള്ള കറണ്ട് പോസിറ്റീവ് കറണ്ട്, ഇനി പോകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കറണ്ട് നെഗറ്റീവ് കറണ്ട്. ഓടിച്ചെന്ന് കയറുന്നത് പോസിറ്റീവ് ടെർമിലാണെങ്കിൽ പോസിറ്റീവ് EMF, ഓടിച്ചെന്ന് കയറുന്നത് നെഗറ്റീവ് ടെർമിലാണെങ്കിൽ നെഗറ്റീവ് EMF. അങ്ങനെ ഓർക്കുക. സോ കിർച്ചോഫ്സ് സെക്കൻഡ് ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് law of conservation of energy. Loop means closed part of an electrical circuit. So can you state the two laws? Kirchhoff's first law, in any at any junction of an electrical circuit, the sum of currents entering the junction equal to sum of currents leaving the junction. Second statement, at any junction of an electrical circuit, the algebraic sum of currents meeting the junction equal to 0. Then second law parayu, in any closed part of an electrical circuit containing resistances and cells, the algebraic sum of product of current and resistance is equal to 0. Or in any closed part of an electrical circuit containing resistances and cells, the algebraic sum of voltages is equal to 0. Then Kirchhoff's first law is based on law of conservation of charge. Second law is based on law of conservation of energy. Okay,